ശ്രീ കെ സി വേണുഗോപാൽ, ദാരുണമായ ഒരു അപകടമാണ്. താങ്കൾ അറിഞ്ഞു കാണുമല്ലേ? താങ്കൾക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങളൊന്ന് പറയുമോ? അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തും 10ഓളം പേര് വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവര് ശ്രീദീപ് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നാലേ അവരുടെ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. താങ്കൾ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് പിന്നെ സിനിമയ്ക്ക് പോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരുന്നു സാർ അപകടം, അങ്ങനെയാണ് അറിയുന്നത്. സൂപ്രണ്ട് ഓഫ് പോലീസിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ആശുപത്രികളുമായിട്ട് സംസാരിച്ചു. അപ്പോ അത് അവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാതെ ഞാൻ ആ പേരുകൾ പറയുന്നത് ശരിയാവും തോന്നുന്നില്ല. വിദ്യാർത്ഥികളുടെ പേരുകളൊക്കെ അവര് പറയുന്നുണ്ട് പോലീസ്. അപ്പൊ അവരും സ്ഥിരീകരണത്തിന്റെ ഈ അപകട കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ അമിത വേഗതയോ മറ്റുമാണോ? കാരണം വെച്ചാൽ അതൊരു ടേണിംഗ് ആണ്. അത് പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ നിന്നും ആലപ്പുഴ ടൗണിലേക്ക് പോകുന്ന ST കോളേജിന് മുന്നോട്ട് പോകുന്ന ആ റോഡിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ അമിത വേഗത വെച്ചാൽ അവിടെ ട്രാഫിക് സിഗ്നലൊക്കെ ഉള്ളതാണ്. ട്രാഫിക് സിഗ്നല് മറികടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസാണ് പറയേണ്ടത്. എന്തായാലും അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവമായി പോയി. നമുക്ക് 5 പേരോളം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് വിവിധ ജില്ലകളിൽ നിന്നാണ്. ആലപ്പുഴക്കാരും ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ആലപ്പുഴയിലെ ജില്ലയിലുള്ളവരും ഉണ്ട്. മനസ്സിലാകുന്ന പേരുകൾ സ്ഥിരീകരിക്കാതെ നമുക്ക് പറയുന്നത് ശരിയാവില്ല. ശ്രീ കെ സി വേണുഗോപാൽ, ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച് എങ്ങനെയുണ്ട് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് ഒരാളുടെ നിലയാണ് ഇപ്പൊ അത്യാവശ്യം ഗുരുതരമായിട്ടുള്ളതെന്ന് പറയുന്നു. ബാക്കിയുള്ളവരുടെ ഗുരുതരാവസ്ഥയിലില്ലെന്ന് പറയുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. എല്ലാവരും മണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയാണല്ലേ ഉള്ളത്? ഒരാൾ ജനറൽ ആശുപത്രിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ സി വേണുഗോപാൽ.